അകന്ന് കടന്ന് കോഴിക്കോട് ആകാശത്ത് നോക്കുമ്പോ എന്താ തോന്നേ? ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലാണല്ലേ അപ്പ 20 കൊല്ലം ഇപ്പൊ കോഴിക്കോട് ബീച്ചിക്ക് വന്നിട്ട് പറഞ്ഞേ ഞങ്ങൾ. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു നൈറ്റ് വ്ളോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഉച്ചക്ക് രാവിലെ വ്ളോഗ് എടുക്കല്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ പറയുക? ബീച്ചിക്ക് പോവാന്ന് പറഞ്ഞ ഇറങ്ങിയേന് എന്താ പറയാ, ഒരു ഉച്ചക്കായപ്പല്ലേ, ഉച്ച മുതൽ മൈര് വരെ ഭയങ്കര മഴയും കാറ്റൊക്കെ. ഇപ്പൊ ഫോണില്ലാന്ന് വിചാരിച്ചു. പിന്നെ കുഴപ്പമൊന്നുമില്ല, എല്ലാരും ഒരേ മൈൻഡും കാര്യമൊക്കെ ആയതുകൊണ്ട് പോകാന്ന് വെച്ചപ്പോ ഒക്കെ മാറ്റിയിട്ട് ഇപ്പൊ സിഫിനെ കുട്ടി കഴിഞ്ഞിട്ട് പുറക്കാണ് കേട്ടോ. അപ്പം എവിടൊക്കെ പോകണമെന്നൊക്കെ മൈൻഡ് ഉണ്ട്. 7 ആയിക്കണേ ഇപ്പൊ തന്നെ. ഇവിടെ അവിടെ എത്തുമ്പോ തന്നെ ആവും 10 മണി. അപ്പൊ എന്തൊക്കെ നടക്കുന്നത് ഞങ്ങൾ കറക്റ്റ് പറയണില്ല. അപ്പൊ പോണ അപ്ഡേഷനും കാര്യമൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തരുന്നുണ്ട്. അപ്പം ഇപ്പൊ ഇവിടെ മാറ്റിക്കുണ്ട്. ഞാൻ ചെവിയൊക്കെ അറിയാതെ ബ്ലാക്കും ആയിപ്പോയി. നാദോ റീദോ ഫീദോ എല്ലാരും അവിടെ ഉണ്ട്. ഇപ്പൊ വലിയേട്ട നിൽക്കണേ മമ്മൂട്ടിന്റെ സിനിമീത്തത്തെ മുണ്ടൊക്കെ എടുത്ത്. അപ്പൊ ഇനി ചെറിയാപ്പൂനെ കാത്തിക്കാണ്. നമ്മളൊരു പായൊക്കെ ബീച്ചിൽ വിരിച്ചാൻ വേണ്ടി കൊണ്ടുപോയിക്കണേ. സെറ്റല്ലേ? അല്ലേ? സെറ്റല്ലേ? എന്നാ ചൂടൊന്നോ? എന്നെ കൊണ്ടുപോയില്ല എന്നാ. അപ്പൊ നമ്മള് ചെറിയാപ്പ് വെട്ട കാത്തിക്കാണ്. അങ്ങനെ നമ്മളിപ്പോ വണ്ടി കയറി ഷെങ്ങായി ഇവിടെ കുത്തിരിക്കുന്നുണ്ട്. എല്ലാരും കൊള്ളൂലമ്മ, സുഖമായിട്ട് കൊള്ളു. ദിയാ മുന്നേ കയറൂല? ഇറങ്ങി ഇനി ഷെഫീക്കും ഞാൻ ഒന്നും പാടെ ഒതുങ്ങൂട്ടോ. ഡോൺ ബറി. ഞങ്ങളെല്ലാരും ഇരുന്നിട്ട് സെറ്റായിട്ട് കാട്ടിത്തരാം. അങ്ങനെ നമ്മളെല്ലാരും കുത്തി തിരുക്കി അല്ലേ? ഞങ്ങള് കോഴിക്കോട്ടിലും പാടെ ഉണ്ടാവില്ല മുന്നിലിങ്ങനെ. ഒന്നുമില്ല അന്നെ തട്ടിക്കൊണ്ടുപോയി ചേച്ചി മുണ്ടല്ലേ ഉറങ്ങിയാലേ കറക്ക. അങ്ങനെ നമ്മളിപ്പോ പെരിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. ഏകദേശം എത്ര മണിക്കൂർ? 2 2:30 ഒക്കെ ഉണ്ടാവും. 2:30 ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾ 7 മണിക്ക് പറഞ്ഞ കുറച്ചുകൂടി നേരത്തെ പോണ്ടി. എന്നാലും ആ സൺസെറ്റ് ഇല്ലേ അത് നമ്മളൊക്കെ ഈ സൈറ്റാണ് അതിന്റെ അവിടെ എത്തുമ്പത്തിന്. സൺസെറ്റ് എന്താ പറയാ? സൺസെറ്റ് അല്ലേ? അല്ല, രണ്ടാം വെച്ച് മനസ്സിലായി. അതവിടെ പൊടിച്ചോട് എന്താ പകറിയല്ലേ? ഇപ്പൊ ഒന്ന് ബീച്ചുണ്ടോ ചോക്കടി? ഇപ്പൊ ബീച്ച് കണ്ടിക്കണപ്പ ഞമ്മളങ്ങനെ പോയിട്ടില്ല. നമ്മള് പോയിട്ടില്ലല്ലോ. അങ്ങനെ ഞങ്ങള് കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ നമുക്ക് വണ്ടിയിലാണ്. അന്നിപ്പോ പറഞ്ഞു നമുക്കൊന്ന് ടൂറ് പോണെന്ന് പറഞ്ഞു ഗൾഫിലായ ടൈമിൽ. ഞങ്ങളത് ത്യാഗം ചെയ്ത അതിന് ഞങ്ങള് മക്കളെ കിട്ടിയ പുണ്യം പാപ്പലോ നോക്കിയിട്ടുണ്ടല്ലോ. അല്ലടാ അത് ഞങ്ങൾ എവിടെയും പറയല്ലോ. നല്ലൊരു കുറവുമില്ല, നല്ല നോക്കി എന്താണെങ്കിലും അയക്കാനൊക്കെ. അങ്ങനെ ഞങ്ങളിപ്പോ ഏകദേശം ചുങ്കത്തെ പത്തിയിട്ടുള്ളൂ. ഇപ്പൊ ഞങ്ങളെ കാറിന്റെ അവസ്ഥ അറിയണത് മുന്നേ നോക്കിയാണ്. മുന്നിൽ 2 സീറ്റ് ഉള്ളോണ്ട് ചെറിയ പൊപ്പ് ഇങ്ങനെ ഇരിക്കാണ്. ബേക്ക് കണ്ട് തിരിഞ്ഞു നോക്കിയാ ഈ കാല് വരുന്ന ഈ ഉടലി അറിയണത്, ഈ മുഖത്തിന്റെ ഉടലി അറിയണത് ഇവിടെ പോയി അവസാനിച്ചു. ഇമ്മ ഇവിടെ ഉണ്ട്, ഷിഫ്റ്റിന്റെ ഇവിടെ ഉണ്ട്, കുട്ടിനെ ഇവിടെ ഉറക്കിയിരിക്കണ്. ഇതിനെങ്ങനെ ഐസൊലേറ്റ് വോയിസ് അങ്ങനെയാണ് ഇപ്പൊ പോയോണ്ടിരിക്കണത്. ഞങ്ങൾ ഇനി 2 മണിക്കൂറുണ്ട് അല്ലേ? ഞാൻ അവിടെ എത്താല്ലാണ്. കടത്തങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും. അത് ഞങ്ങൾ കാട്ടിട്ടുണ്ട് അല്ലേ? ഇച്ചില്ല. ഓല് 3 ആളാണ് സീറ്റിലില്ല കേട്ടോ. വല്ലാത്ത ലെവലാണ്. ഞാൻ സീറ്റിലും അല്ല കാറിലും അല്ല. ഞാൻ ചെറിയാപ്പൂന്റെ സീറ്റിലാണ്. ഓല് 3 ആളാണ് അയാൾക്ക് അങ്ങനെ ഇരിക്കണുള്ളൂ. ത്യാഗം നോക്കേ. നിങ്ങള് വന്ന് എന്നെ ഒഴിവാക്കി. അങ്ങനെ അവിടുന്ന് കയറിയതാണ്. കേരളം ഇറങ്ങലൊക്കെ കുറച്ച് റിസ്ക് ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. ഇരുത്തം കാര്യമൊക്കെ കുറച്ച് ആൾക്കാരില്ലോണ്ടേ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഏകദേശം ഫുഡ് കഴിക്കാൻ വന്നാണ്. വണ്ടിയിൽ നിന്ന് പറഞ്ഞ് എല്ലാരും ഇവിടെ ഉപ്പാനെ കറക്കി നിൽക്കാണ്. ഇവിടെ ഉറക്കത്തില്ലാന്ന് മാറിയാ അവിടെ ഒന്ന് കൊയിഞ്ഞാടിട്ട് ഷെഫീക്ക് കാർന്ന് തന്നെ നിർത്തിയപ്പോ ഇവിടെ കടന്നു ഒരാള്. എന്താ പറയാല്ലേ, വേഗത്തിന്നാലും ഞങ്ങള് മുന്നിൽ ഇറങ്ങി. ഞാനും ഷെഫീക്ക് മുന്നിൽ ഇരുന്നോണ്ട് നിങ്ങൾക്ക് സുഖായില്ലേ? ഞാൻ സങ്കടം. എന്റെ കാലൊക്കെ ചില്ലിന്റെ മേലെ. ഓളെ കയ്യിൽ നിന്ന് കുട്ടിനെ കേറിയിട്ടൊന്ന് വാങ്ങണം. ബാ കേറുന്ന പോവാ.
നടക്കി ഒക്കെ ഉറങ്ങണോണ്ടേ ഒക്കെ തീറ്റങ്ങളൊക്കെ താങ്ങാനാണ്. ഇപ്പാനെ പിടിച്ചാൽ 2 ആള്, കുട്ടികളെ പിടിച്ചാലാണ് ആളാണ്ട്. എടുക്കണോ? നടക്ക് ഫിദോ കൊഞ്ഞാള്. അങ്ങനെ നമ്മള് ഫുഡ് കഴിച്ചാൽ വേണ്ടി ഒരു ഹോട്ടല് തപ്പി പിടിച്ച് കയറിയിരിക്കണേ. എല്ലോടും വലിയൊരു ഹോട്ടല് തന്നെ ചെറുത്ത് കയറാറുന്നത് തപ്പി തന്നെ ഇവിടെ കിട്ടാനില്ല. അപ്പൊ എങ്ങനെയുണ്ടായി? എന്താ നമുക്ക് കോഴിക്കോട് ബീച്ചിനെ പറ്റി പറയാനല്ലോ? എന്താ ബീച്ച് കണ്ടിട്ടില്ല, അല്ല യാത്രനെ പറ്റി പറയാനെന്താ? എന്നിട്ട് ബീച്ചിൽ പോകാം, അല്ലെങ്കിൽ ഭയങ്കര ചെലവാക്കാറ്. മണൽ വരെ മാറി തന്നു പൈസക്ക്. അപ്പൊ ഞമ്മളിപ്പോ ഉപ്പാനായിട്ട് അവിടെ സ്ഥലമല്ലല്ലോ അത് എടുക്കാന്. മജ്ലിസോ? ആ ഫസ്റ്റ് ടൈമാ അല്ലേ നമ്മള്? അല്ലേ പെരിയ കുത്തുന്നത് കിട്ടും. പണ്ടിപ്പോ ഗൾഫില് കാക്കുട്ടി ഗൾഫിലായ ടൈമില് മറ്റേ ഒന്നായിട്ട് ചോറിട്ടുങ്ങാണ്ട് അങ്ങനെ തിന്നു. എല്ലാരും കൈയിട്ട് മോഡലല്ലേ സോഫ സെറ്റ് നല്ല രസമുണ്ട്. കലാപമണി പറഞ്ഞത് ഓർമ്മ വരും. എന്താ പറയുന്ന ആള് വെയിറ്റ് ചെയ്യണ്ട. എന്നാണ്ട് മന്തിയല്ലേ ഇവിടെ? മന്തിയല്ലേ? എന്താ ഇവിടെ നിന്നോട്ടെ കുട്ടീനെ കടത്തി ഞങ്ങളുടെ ഇടയില്. എന്താ സ്പെഷ്യല്? അൽഫാം മന്തി, ബീഫ് മന്തി, സാദാ ചിക്കൻ മന്തി. ബീഫ് പറഞ്ഞല്ലോ. ചിരുനാക്കെന്താ? മന്തി ചിക്കൻ നോർമൽ മന്തി അതാക്കല്ലേ? അൽഫാം അല്ലാത്ത ചിക്കൻ മന്തി ചെങ്ങായി ഇവിടെ നോർമൽ ഷവായി ഇല്ലേ? അല്ല നോർമൽ ചിക്കൻ മന്തി ആ കുഞ്ഞ പോലത്തെ മന്തി കുറഞ്ഞു വീശിന്റെ എരിവാണ്ട തരിപ്പ് പോയാ കൊടുങ്ങും. വേണ്ട മാണ്ടാന്ന് വേണ്ട ഉണ്ടായിക്കോട്ടെ. ഫുഡ് കൺഫേം ആട്ടോ. അങ്ങനെ 1/2 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതിന് ശേഷം നമ്മള് ഫുഡ് തീരുമാനിച്ചത് കുറെ നോർമൽ മന്തി, പിന്നെന്താ പെരി മന്തി, സാദി. അപ്പൊ ഞങ്ങളിവിടെ തുള്ളിശാലൊക്കെ കാക്കുകയാണ്. വലിയ അലമ്പൊന്നും ഉണ്ടാക്കിയില്ല അല്ലേ അമ്മ? വിചാരിച്ച പാട്ടിട്ട് ഒന്നും പാട്ടിട്ടില്ലെന്ന് മതി അല്ലേ? പൈസ ഉണ്ടാവോ? അമ്മ പെരീന്ന് ഇറങ്ങിയപ്പോ ഹോട്ടലിൽ ഇറങ്ങിയേക്കണേ ചേട്ടീക്കണോ? എന്ത് ഫുഡോ? നല്ല ഫ്ലാസ്കിലാ ഫോണിലാണ്. ഓന് നിലത്ത് കടത്തല്ലേ അമ്മ? ഫുഡും കാര്യമൊക്കെ പ്ലേറ്റും കാര്യമൊക്കെ വില പൊട്ടിക്കണ സാധനം ഇവിടെ എത്തിയിട്ടില്ല കേട്ടോ. ദാ കുട്ടീനെ നിലത്തിട്ടു. അതാ നെൽത്തിട്ടിക്കുന്നോ? വേണോ? നെൽത്തിട്ടിക്കുന്നോ? എങ്ങനെ വരുന്നേക്കിന് നമ്മള്? എങ്ങനെ വരുന്നേക്കിന്? കാത്തുന്ന നമ്മളെ ഫുഡും കാര്യമൊക്കെ നല്ല സ്പെഷ്യൽ ഫുഡ്, നല്ല മന്തിയും കാര്യമൊക്കെ പറഞ്ഞത്. പെരിപ്പെരിയിലും മുളക് ചെറിയ ഇവിടുന്ന് പോയെങ്കിലും വണ്ടിയോടെ കച്ചവടം. ആ നല്ല പെരി ഉണ്ട്, നല്ല നോർമൽ. സിപ്നാന്റെ മന്തി എത്തിയോ? ഇത് പിന്നെ എങ്ങനെ? സാധനം ഇതാ വരുന്ന സിപ്നാന്റെ സാധാ
സിപ്ന വളമ്പല് തുടങ്ങി. നോർമൽ മന്തിയാണ് ഓളെ, ഈ നോർമൽ മന്തിയാണിത്. അപ്പൊ നോർമൽ അൽഫാം ആരൊക്കെ അതാരൊക്കെ പറഞ്ഞേ? ക്ലാസ് പൊട്ടിച്ച ഒക്കെ ബില്ല് വരൂട്ടേ. അപ്പൊ ക്ലാസ് പൊട്ടിച്ച ചമ്മന്തി അറി മയോണൈസ് ഉണ്ട്. മയോണൈസ് ഇഷ്ടല്ല. അതൊന്നും നോർമല്. അതോ ചിക്കനൊക്കെ ഇവിടെ എത്തിക്കണം കേട്ടോ. ഓക്കെ മറ്റേ കയ്യേറ്റ് പിതുവാ എന്താ പറയല്ലേ? പിതുവാ ചിപ്നാക്ക് ഇട്ടണ്ടേ? നിക്ക് കോരിയിട്ട് അപ്പ തിന്ന അവിടുന്ന്. ശരി നമ്മള് ഫിദൂര് ഇട്ട് കൊടുക്കും. മയോണൈസ് ഇല്ലാതെ കുറച്ചാണ് കുട്ടികൾക്ക് വളമ്പി കൊടുക്കണം. എന്തേ അതോ ഫോർത്ത് വെച്ച് തിന്ന് ബീച്ച് പോവുക. തിന്ന് ഇനി വളമ്പലങ്ങ് തുടങ്ങാം. മന്തി കൊന്നടാ. അത് മുളക് വാരിട്ടിക്കണ കേട്ടോ, പൊടിച്ചിട്ടിക്കണേ. തിന്നട്ടാ അത്. അത് പിച്ച് തരുവേ. മയോണൈസ് ആണോ? ആ ഇത് കുട്ടിക്ക് മയോണൈസേ. ഇപ്പൊ കാറിന്ന് ഇറങ്ങി ഫുഡ് കഴിച്ചില്ല കഴിഞ്ഞപ്പോ ബീച്ചിലെത്തിക്കണം. ഉപ്പാനായിട്ട് കിടക്കാല്ലേ ഓളെ വേഗവും പായ തെറ്റൊക്കെ ഇപ്പൊ പോവാണ്. ഒറ്റ ഇരുത്താവും ആളില്ലോടെ. ഒറ്റ ഇരുത്താം അത്രക്കെ ഉള്ളൂ കേട്ടോ. ഞാൻ അവിടെ എത്തിയിട്ട് കണപ്പാൻ നടക്കാൻ പോട്ടെ. ഞങ്ങള് പായൊക്കെ കൊടുത്തിട്ട് എല്ലാരും കൊണ്ടുവരും നടക്കാൻ കണ്ട്. എല്ലാരും കൊണ്ടുവരുമോ? ആ നമ്മളാദ്യായിട്ടായോണ്ട് മോന്തി കുത്തിത്തായത് നോക്ക്. അങ്ങനെ നമ്മള് നടന്നു സ്ഥലം കണ്ടുപിടിച്ചാണ്. സ്ഥലം കിട്ടിയിട്ടില്ല. ആകെ കടാള്. എന്നാ പകല് വരുമ്പോ എത്രല്ല. നമ്മളെപ്പോഴും പകലാ വന്നീനിയത്. രാത്രിയിലെ കടാള് ഫുള്ള് ഓപ്പൺ. ഇത്രയും കടപട ഉണ്ടേനിയടി. ഇതൊന്നും ഇന്നാളേ രാത്രി വന്നിട്ടില്ല. ഞാൻ അന്ന് ചെറിയാപ്പോന്റെ കൂട്ടാന്റെ പോലീസ് വന്ന് പിറ്റേന്ന് തന്നെ ചെറിയാപ്പോന്റെ വിലക്കാരപ്പോഴും വന്ന് അടുത്ത പോലെപ്പോഴും വന്ന്. രാത്രി സെറ്റിന്റെ ചേര ആരും ഉണ്ടാവില്ല. രാത്രി ബീച്ച് ഇവിടെ ഇപ്പൊക്കെ നല്ല ഇതായി നിക്കുന്നുണ്ട് അല്ലേ? എങ്ങനെയുണ്ട് ഇപ്പ? എങ്ങനെയുണ്ട്? പട്ടിയാള് എന്താ രസല്ലേ? ഉറക്കം വരുവേ? ഇന്നലെ പന്തളിച്ചാൻ പോയിട്ട് നേരം വെളുക്കാൻ നേരത്തല്ലേ വന്ന്. നേരം വെളുത്തിട്ടാ വന്ന്. കടൽ അവിടെ ആർത്തിറമ്പി വരുന്നുണ്ട്. നമുക്കിവിടെ എവിടെയെങ്കിലും വിരിച്ചാലോ? എവിടെ എന്നാ അങ്ങോട്ട് പോവാ. ഓ വന്നോള് തപ്പിങ്ങാണ്ടേ. ചെറിയപ്പൂ കാറ് അങ്ങോട്ട് ഒതുക്കാൻ പോയിക്കാണ്. ഇതാ ഓ വരുന്നു. അപ്പം നിന്നോളിട്ടാ ഇതുവാ. ആദ്യം നമുക്ക് അവിടെ കാറ്റില്ലല്ലോ ഈ നേരത്ത്. മറ്റേ കാറ്റ് വരുമോ? കുറച്ചതിൻ്റെ ഒക്കെ തിന്നാ. പള്ളിയിൽ മന്തി ചിക്കൻ അതേമാതിരി ഉണ്ട്. ഇന്നാള് വന്ന നീ കടകളൊന്നുമില്ല. ഇതൊക്കെ പുതിയ രാത്രി തുറക്കണ കടകളാണ്. ചിപ്പിനെ ഓല എപ്പോഴും 12 മണിക്ക് വന്നിട്ട് എത്താ ബീച്ചിൽ ഇപ്പൊ നമുക്ക് ബീച്ച് കണ്ടിട്ടു. അനുവിനോട് പറഞ്ഞു രാത്രിയാണ് വൈബ്. ഗാനമേളയൊക്കെ ഉണ്ടാവും ചില ടൈമില്. പന നടത്തി കൊണ്ടുപോകും കേട്ടോ. കുറച്ച് നമ്മളിപ്പോ ഇവിടെ വിരിച്ചു. പായി നമ്മളിവിടെ വിരിച്ചു. മച്ചിക്ക് കയ്യില് കവറുണ്ട്. കുറച്ചേരം കൂടി പൊച്ചാതി ഇവിടെ. ആ അവിടെയൊക്കെ പായിട്ട് എവിടെ വിരിച്ചണ ഇവിടെ? ആ കടല് വരുന്നതിന്റെ അടുത്തോ?
ഇതാ അപ്പൊ നമ്മളിവിടെ സ്ഥലം വാങ്ങിക്കാണ്. പായ ഇവിടെ വിരിച്ചത് ചിത്രം എപ്പോ പോലെ കുട്ടിയുടെ കത്താളൊക്കെ എവിടെ ഇതിലുണ്ടാവും പതിപ്പ് അതിലുണ്ട് അടിയിലാ. ഇനി ഡിക്കിയിലൊന്നുമില്ല. പായില് മണ്ണിൽ ചവിട്ടിയാലും പായി കയറിട്ടോ. സാറിനെ കുട്ടി കാണിച്ചെടുത്ത് പായിക്ക് ചവിട്ടി ഒറ്റ ചവിട്ടി കുട്ടി കുട്ടി എല്ലാരും മണൽ കണ്ടിട്ടു കുട്ടികൾ കുടിച്ചാൽ കിട്ടില്ല. വള്ളത്തിൽ ചാട്ടന്റെ കാര്യത്തൊക്കെ കഴിച്ചോ. ഞാൻ ഇതാവാന്ന് കരുതട്ടോ. പോണ്ടാന്ന് പറഞ്ഞ പോണ്ട. അങ്ങോട്ട് കടന്നോളി. അവർക്ക് ചുണ്ണാഞ്ഞ ആര് കാട്ടി അങ്ങോട്ട് പായ വെക്കണ കടലാണ് കേട്ടോ. അവന് കുട്ടികളുടെ ഡ്രസ്സും നേരൊക്കെ മാറ്റി കുറച്ചേരം കളിച്ചാണ്. കടൽക്ക് വിടില്ല കേട്ടോ. കടൽക്ക് അവർക്ക് കടലിങ്ങനെ കണ്ടിട്ടേ ഇങ്ങനെ തുറക്കരുത്. കടലിക്ക് പോയി എങ്ങട്ടാ ചോക്ക് ഊരാ പറഞ്ഞപ്പോ എന്തിനാ വീടിന് പോയി. ഞാൻ കുട്ടികളെ ഇവിടെ നടത്തിയ വല്ല അപ്പുറത്തെ സൈഡ് പോയി നോക്കിയാലോ. എന്താ ഇമ്മേ പട്ടിയാള് തടി ഇടുന്നു അതില് വരികയാവല്ലേ ഇരിക്കണോടത്ത് കൂടി എടി കുട്ടികളൊക്കെ ഇവിടെ നിർത്തിയാകുമ്പോ എല്ലാം അപ്പുറത്ത് പോയി നോക്കിയാലോ. അവിടെ നല്ല കാർണിവൽ ഇറക്കുകയാണ്. നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നതറിയില്ല. എന്താണ് എന്താ ചേട്ടന അവിടെ ഒക്കെ മലന്ന് ഉggണ്ടേ. ചെറിയ പോയി ഞങ്ങളുടെ പായണ് തറവാട്ട് പോണോലെ അതിന് പാഞ്ഞു പോണ്. വാ ആദോ ആദോ നല്ല കളിയാണ്. നമ്മളിപ്പോ വിചാരിച്ചിന്ന് ബീച്ച് കാണാൻ വരുന്ന്. ശ്രദ്ധിക്ക ഇന്ന് വിചാരിച്ചിന്ന് വരുന്ന്. ഓ വിചാരിച്ചാണ് ഇപ്പൊ പെരി പോകും. അത് വിചാരിച്ചില്ലേ ഇതിലൊക്കെ വേഗം വരുന്നില്ലല്ലോ. ആ തിരമാല ഇങ്ങോട്ട് വരുമ്പോ വേഗം വണ്ടിക്കോണ്ടി വരുന്നുണ്ട്. ഈ കുട്ടികൾക്കൊന്നും ഒരു പേടിയില്ല. പേടി വരുത്താനോ? പിന്നെ വെള്ളത്തിൽ പോവില്ല. മൈക്ക ബോക്സ് ഉണ്ടെന്ന് ഇനി അല്ലേ അറിയാതെ ഒരു സുനാമി എന്താവും അല്ലേ? എടി അവിടെ ഒക്കെ ലൈറ്റ് കണ്ടൊക്കെ കപ്പലുകളെ ബോട്ടുകളല്ലേ ചെറിയപ്പോ. എടാ അങ്ങ് ലൈറ്റുകളാണല്ലേ മീൻ പിടിച്ചാൻ പോലെ. ചെറിയപ്പനെ കൂട്ടാനായിട്ട് വന്നപ്പോ അവിടെ ഉച്ചക്ക തോന്നുന്നുണ്ട് ബോട്ടിങ് ഒരു കളിയാക്കുക. അവിടെ പേരുണ്ടാവില്ലല്ലോ. അന്നിവിടെ ബോട്ടിങ് അങ്ങോട്ട് അങ്ങോട്ട് പോകേണ്ട രീതി പകല് ബോട്ടിങ് ഉണ്ടടി ഉൾക്കടൽ വരെ കുറച്ചാടെ 500 വരുമ്പോ പോയിട്ടാണല്ലോ വലിച്ചോട് കൊണ്ടുപോകാൻ.
വിചാരിച്ചാലേ ഞങ്ങൾ നല്ല നോക്കണം. 3 എണ്ണാണ്. റോളും നല്ല ഫുഡൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഓലും അല്ലേ കടലിനോട് വല്ല അലർജി ഇല്ലോ അതില്. ഞാൻ എന്റെ മങ്ങാടി പൊട്ടത്തിയാളന്മാർ ഇങ്ങനെ പോകാം, അവിടെ പോയി കണ്ടെന്നാ കുടിച്ചോളി പറഞ്ഞിട്ട്. എങ്ങനെ പോക ഒന്നുകൂടെ കാട്ടി തരുമോ? ഇപ്പഴല്ലേ മനസ്സിലാവും. ഇനി വെള്ളം നേരെ ഒരു ചെരുപ്പിടുമ്പോ മനസ്സിലാവും എനിക്ക് അങ്ങോട്ട് നടക്കും. എന്താ ദുബായ് കാരനായ ഉപ്പുകളൊന്നും പറ്റായി ഉണ്ടോ? അങ്ങനെയൊന്നല്ല, കേക്കിയാലും പോവില്ല. മണ്ണാണ് കുടുങ്ങിയിട്ടാണ് എട്ടങ്ങാറോ ഇച്ചു ഷൂ അല്ല. ടൂർ പോയപ്പോ ഇതേമാതിരി ആളായിട്ട് പെൺകുട്ടിയുടെ അടിയിൽ ആളെ കണ്ട് ഇറങ്ങിയതേ. എന്നിട്ട് പിന്നെ ഇറങ്ങി പിന്നെ കേറിയപ്പോ മണലാണ് കുടുങ്ങിയിട്ട് എന്നോട് പറയാണെങ്കിൽ ഇരിക്കാൻ വെച്ചാ എന്നെ വെറുതെ അടിച്ചിങ്ങനെ നടക്കല്ലേ ലാബലിയും ഇവിടെ ഇട്ട് കണ്ട് അങ്ങനെ നടന്നോളെ. ഇമ്മയൊക്കെ എന്തേ തല കുപ്പിയാണ് അടയാളം. പച്ചക്കുപ്പി ആ ഏരിയയിൽ നല്ല ജനങ്ങളാട്ടോ. ഈ തലക്കൊക്കെ പിന്നെ അറ്റാണ് അല്ലേ? അവിടെ ഉണ്ടല്ലോ ആള്, അങ്ങോട്ടുണ്ട്. ആ തട്ടുകട അടക്കണ ഒരേ ആളാണ്. പക്ഷെ അവിടെ നല്ലത് അവിടെയാണ് ജനക്കൂട്ടോ. എന്നുവെച്ചാ അവിടെ പോയി വാ. എന്താണ് അവിടെ കളി തുടർന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മള് കടലൊക്കെ കണ്ടിഞ്ഞ ഇവിടെ കയറുന്ന വിചാരിച്ചു. നമ്മള് കുറെ റീലൊരു ഐറ്റംസ് കണ്ടിരിക്കണം. അതിൽ കോപ്പി ആർത്തിട്ട് അപ്പൊ ഞാനും സിറ്റിനൊന്ന് ട്രൈ ചെയ്യാ വിചാരിച്ച്. ചോള ചിപ്സ് ചെയ്ത പോലെ അപ്പൊ നമ്മൾ ഇതിനൊന്ന് ട്രൈ ചെയ്യാ വിചാരിച്ചത്. വന്ന അങ്ങനത്തെ സംഭവം എന്ന് വിചാരിച്ചാല് ഇതിലാണ് ഇപ്പൊ നമ്മള് കേറാൻ പോണത്. ഓലെത്ര റേറ്റ് പറഞ്ഞത്? അത് ഇവിടെ കേട്ടോ 100 ഒന്ന് ചെയ്ത് നോക്കാം. എല്ലാവർക്കും കുറച്ച് തരാം. ഡിസ്കൗണ്ട് ഉണ്ടോ? ഓരോരു ഗെയിം പ്ലേ ചെയ്തിട്ട് അത് അവസാനിച്ചോളോ. 5 മിനിറ്റിന് 100. എന്തായാലും ചെയ്യാ നോക്കിട്ട് കേറുക പോട്ടെ. രണ്ടാളല്ല, ഒരാൾ കയറിയാൽ മതി. ആദ്യം ഒരാൾ കേറി നോക്കാന്നൊന്നും അറിയില്ല. ആദ്യമായിട്ടാണ് ജനിച്ചത്. ആദ്യമായിട്ട് പെട്ടിക്കൂട്ട് കയറി പോവാണേ. ബോധമൊക്കെ കേട്ടാണെങ്കിൽ ചത്തതാക്കാൻ അഭിനയിച്ചല്ല. അഭിനയിച്ച ആരും പറയുന്നത് ആദ്യം നോക്കട്ടോ. ആദ്യം പിന്നെ ഓൾ ദ ബെസ്റ്റ്. ഒരു പേടിയില്ല. സോംബി ഉണ്ട്. സോംബിന്റെ സോംബി റെഡി. ഓളങ്ങനെ പേടിച്ചില്ല. സോംബി ചെറിയപ്പോ സോംബി അന്റിലാറെ വല്ല സോംബിയാണ്. ചെറിയാപ്പൂനെ കണ്ടിട്ട് ഞാൻ ചത്തിട്ട് വരാം. ആദ്യം ഉമ്മച്ചിന്റെ സോംബി പിന്നെ ചെയ്തോട്ടോ. നോക്കാം ഇറങ്ങിക്കിട്ടോ. കരിയാണെങ്കിൽ വല്ല ഓഫ് ആക്കിക്കൊണ്ട്. എന്റെ ശരിക്കുള്ള എക്സ്പ്രഷൻ ഞാൻ ഇതിലിട്ടു. എവിടെയായിട്ട് വരും എന്റെ മുഖം? ഞാൻ തലം പെണ്ണിട്ടില്ല. അറിയുന്നത് ഞാൻ പ്രേതായിട്ടൊരു ഇജ് എവിടേക്കാരി പെട്ടിക്കൂട്ടിലോ? അവിടെ പായൊക്കെ തലോട് നീച്ചു. പെട്ടിക്കൂട്ടിലേക്കാരോ? ആയോ സമന സോംബിയാണ്. സോംബി ഹൊറർ സിനിമ. ദിയാന പറഞ്ഞ ദിയാനില്ല ഇവിടെ. പഠിച്ചവനെ നിങ്ങള് കാത്തോളി. ഞാൻ അവിടെ ഉണ്ട്. കാണിലൊരു പട്ടിയെ ഞാൻ മുന്നിൽ തന്നെ ഉണ്ട്. ഞാനാണ് സോംബി. സമനെ പേടിച്ച് പിരാന്തായിരുന്നിട്ടോ. ഇങ്ങോട്ട് വരുമോ?
നീ സമന സോമിനെ കണ്ടോ കേക്കൂലല്ലേ ഉണ്ടല്ലേ കമ്പി മുറുക്കി മുറിച്ചിക്കണ് ഓള് കണ്ണുമ്പി നിക്കാത്തോണ്ടേ കഴിഞ്ഞോ ഓളെ ചുണ കണ്ണും പിക്കാണ് നല്ല ഇതിലേറെ പേടിച്ചൂലേ ചെറിയില്ല ആർക്കണമൊന്നുമില്ല അത് തുറന്ന മതിയാക്കാൻ വേണ്ടി മാന്തി എടുത്തേക്ക് നോക്കി കണ്ണു വിക്കിക്കാറില്ലേ എടോള് കണ്ണും വിക്കാണ് ഇടക്ക് കണ്ണുറക്കാ പാർക്ക ചെറിയ പോലെ വിളിച്ചിട്ട് അല്ലൊന്നും സോമ്പി ഒന്നും കാട്ടില്ലോളെ കഴിഞ്ഞില്ലേ അല്ലാത്ത തമിഴ്നാലേ ഇറങ്ങി പോരില്ലല്ലോ അതിലൊന്ന് കുലുങ്ങുക ഇവിടെ അപ്പുറത്തെ കുട്ടിക്ക് യാതൊരാട്ടോ നമുക്ക് കണ്ണുമ്പിക്കല്ലേ ഇനിയോ ഉള്ളു കണ്ടോർത്തിക്കണേ പൈസ കൊടുത്തിട്ടില്ല പൈസ തരേ അല്ല എന്നിട്ട് ഒന്നിച്ച് ഇറങ്ങാതെ അതിന്റെ ഉള്ളിന്ന് അതിൽ നിർത്തി നിർത്തി പറയാൻ തോന്നൂല അപ്പൊ പറയാൻ തോന്നൂല കണ്ണുമ്പി അല്ല കണ്ണുമ്പി നിൽക്കാൻ പറ്റിയുള്ളു പോയാ ചെറിയ ചാടുണ്ട് ശരിയായിട്ടില്ല ഞാൻ ചാകും വേണ്ട എന്തായാലും പറ്റിയ കുട്ടിക്കാരില്ല വെള്ളം ദിയാന വെറുതെ പേടിച്ച് പഞ്ചാല വച്ചിട്ടുണ്ട് പൈസ ഗൂഗിൾ പേ ഏതാ സോമിയാണ് ഒരു കാട് അതിന്റെ ഈ തോണ്ടിനെ നോക്കിയപ്പോ സോമി
പൈസ ആയി കൊള്ളാല്ലേ ഇപ്പൊ ഞാനൊന്ന് ഞാൻ കേട്ടോ സോമ്പരി ഞാൻ പോയതന്നെ ഓരോടത്ത് വരാറിട്ടോ ഓണാക്കിട്ടില്ല സാമന അനുഭവിച്ചത് അത്രത്തോളം ആണെന്നേ പറഞ്ഞു കൊടുക്കും ഷഫീഖുണ്ടോ എനിക്ക് പേടിയാ പിന്നെ പേടിയുണ്ടോ സാമന സോമ്പിയാളെ അടി നിന്നല്ലോ വല്ലാത്ത സാധനം ഇനി അടുത്തത് എന്റെ മകനാട്ടോ കേറണം ഞാൻ കേറൂല വെച്ച് പേടിയാ ഒരു മിനിറ്റോ മുന്നിലിട്ടോ പേടിച്ചെടുട്ടോ ഓലിങ്ങനെ ആട്ടോ ഇവളോട്ടേക്ക് നൂറുപ്യക്ക് ഇത് കൊടുക്കുക എന്നിട്ട് ഊഞ്ഞാലും കാനുവലത്തെ എല്ലാ റൈഡിലും കയറി അത് കിളി ഇറങ്ങി കുത്തില്ല 100 രൂപ നഷ്ടമുള്ളൂ അമ്മാതിരി സാധനം പറഞ്ഞ മനസ്സിലാവില്ല ഞമ്മള് പോവാണ് ഞാൻ ഞങ്ങള് കണ്ടത് കണ്ടോ അതില് കാണാൻ പറ്റിയോ അതിലാണോ പ്ലേ ചെയ്യുന്നല്ലേ എന്നാ ഇതിന്റെ ഒന്ന് പഠിപ്പിച്ചോട്ടോ തൊയിലുണ്ടാവൂല ഈറ്റങ്ങളൊക്കെ ഓനൊന്ന് ജസ്റ്റ് ഒന്ന് അത് കഴിഞ്ഞിട്ട് ഓനെ വെക്കാണ്ട് പേഴ്സണായിട്ട് വിളിച്ച് ആരും പേരെടുത്തിട്ട് ഓലെ കാട്ടിട്ടോടി ആ ഉച്ചരം വെച്ചാൽ ഒന്ന് പുലിക്കണം ഉണ്ടാതെ കണ്ണ് ചോട്ടിലും മറ്റേത് മേലും കാണ്ടോ എന്താ കാരണേ സോമ്പി സംനജി ഞാൻ തന്നെ മുന്നില് സോമ്പിയാളെ സംഭവം കോടില്ലോ അതാണ് കണ്ണ് അതൊന്നും പേടിച്ചില്ല കേട്ടോ ഇത് ഞാൻ അപ്പൊ കേസ് അർത്ഥം ഇന്നത് ശരിക്കും നമുക്ക് ഋതുവിലൂടെ നിങ്ങൾ കണ്ടായിരുന്നു തലയിൽ മുതലാവില്ല ആ സോമിനെ ഇട്ടോടക്കിട്ടോ സോമ്പി ഒന്നുമില്ല അതിലും ഡിനോസർ തന്നെ ഉള്ളു ഞാനങ്ങ പാവ ആൾക്കാരുന്ന് നോക്കി ഇതോ പേടിച്ചിരുന്നിട്ടോ പേടിണ്ടെങ്കിൽ നിർത്തി അറിയുന്നട്ടോ നിർത്തുന്നല്ലോ പറയണട്ടോ ഇന്ന് കൊറേ അടിയിട്ടിരിക്കണ് പേടിച്ചിരുന്നിട്ടോ തുടങ്ങി ആ നോട്ടം കണ്ടറിയാ തുടങ്ങിയിരിക്കണ് ഇല്ലേ ഋതുവാ അതൊന്നും കേൾക്കൂല ഇതന്നെ കേക്കുക നിങ്ങളോട് രക്ഷയില്ല നമുക്ക് ഞോന്റെ റിയാശന് കല്ല പോരുണ്ട് തുടങ്ങി ഓൾറെഡി ഞാൻ മന്ദപ്പില്ല ആ ചാതി അറിയാം എടി നോക്കണ് അതാ എന്താണ് മുന്നിലൊക്കെ എന്താണ് കണ്ണമ്പിക്കോ പൂന്നർക്ക്
പോവാണ്. അന്നെ നോക്കണേ പേടിച്ചിങ്ങനെ വള്ളത്തിനയച്ചുണ്ട്. സമ്ന ഓന് സോമ്പിന് ഒന്ന് കൊടുക്ക. തോണ്ടുണ്ട്. ഓനെന്നെ വണ്ടി ആകെ പോയിക്കണ്, കിളി പോയിക്കണ്. ഇതാണ് എന്തിനാ സോമ്പി എന്നെ തോട് കിട്ടോ തിന്നൊക്കെ ചേച്ചു. പേടിണ്ടെങ്കിൽ മതി പറയണട്ടോ, മതി അറിയണട്ടോ. അതിനൊക്കെ ഗെയിം കളിച്ച് തലക്കത്ത് വല്ലാതെ അടുത്തത് അതിന്റെ രണ്ടാമത്തെ ഇതുവാണേ ഇവിടെ സെറ്റ് ഇറങ്ങിക്കണ്. പിന്നെയേ ഇതുട്ടിയെ ഇപ്പൊ തന്നെ കാണലിറങ്ങി നോക്ക്. പേടിന്റെ പറയണട്ടോ, പേടിന്റെ പറയണ. ഇവന് ധൈര്യം ഇല്ലാത്ത ആളാട്ടോ. ഒക്കെ ഉമ്മാനെ വിളിച്ചിട്ടുണ്ട്. എത്ര ഉമ്മാനോട് ചെയ്യേണ്ടത്
പോയി പോയി ഇതിനപ്പുറത്ത് ഇന്നൊക്കെ സോംബി കളിക്കും തിന്നോക്കും ഓലെ ചുറ്റിപ്പോ സോംബിയാണ് കേട്ടോ. ചോര കൊലിപ്പിച്ച് ഇമ്മേ പാവുണ്ട് എന്റെ കുട്ടി. ഇപ്പൊ കാണുന്ന എന്താ വെച്ചാല് ഈ വിഷയമാണ് ഇപ്പൊ അതില് കാണുന്നത്. ഓനാണ് ഈ ഫോണിൽ വണ്ടിയില്. ഓലെ കൈയൊക്കെ തിന്നോ സോംബി? അന്റെ കൈയൊക്കെ തിന്നോ? അത് വർക്കുണ്ടോ? ചിരിയൊക്കെ പോയി. ഞാൻ എന്നിട്ട് കൊല്ലാനല്ല ഇതോ കൊല്ലുതിരാനെ നൂറുപ്യാണ് കണ്ണടക്ക് ഇതാണ് നല്ല കാണുന്നുണ്ട്. കളിച്ചാണ് ഗെയിം കളിച്ചാണ്. പിന്നെ ഇതാണ് ഗെയിം കളിച്ച് അകത്തിയ ആളാണ്. ഗ്രാനി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രായത്തിന്റെ. അതൊക്കെ എപ്പോഴും കളിച്ചിട്ട് പരിപാടിയല്ലേ. ഇപ്പോഴല്ല ആ തോണ്ടുമ്പോഴൊക്കെ കഴിക്കാനോ. അതോ തല താത്തിക്കാണ്. കാണില്ല ഓ വളവൾക്കാണ്. ഓന് തല പൊന്തിച്ചെടുക്ക. ഓ താത്ത സോംബി മാന്തണ്ട്. അതാ പേടിയിട്ട് ഉണ്ടാക്കണൊക്കെ സമന കുറഞ്ഞ വിധാന നന്ദിക്ക് പേടിച്ചെന്നല്ലോ ചുമ്മാ. നിന്നൂലേ എന്താണ് കാട്ടിയേ? എത്ര റുപ്യ? 300 കൊടുക്കട്ടെ. എന്താ എങ്ങനെ എന്താണ് പറയാല്ലേ? ചുമന്ന കണ്ണാണ്. ചെറിയപ്പ കാണോ? ചെറിയപ്പൂര് ഗ്രാനിന്റെ കുറവുണ്ട്. ഈ തെങ്ങൾക്കൊക്കെ തല ഇറങ്ങുമ്പോ ആ കയറ്റി തരും. ഞങ്ങള് ചുട്ടാപ്പറിനെയും കൊണ്ട് പേടിച്ചതായി. ഇനിയിപ്പോ ഞങ്ങള് തീവണ്ടി തോണിയിലൊക്കെ കേറാൻ വന്നാ. പക്ഷെ തീവണ്ടി തോണിയില് ആൾക്കാർ കറന്നിറങ്ങാൻ പോയി. നേരം 12:30 പറഞ്ഞിട്ട് കാര്യമല്ല. ആ എന്ത് ആ സാധനങ്ങൾ ഓഫാക്കൽ തുടങ്ങി. ഇവിടെ തുടങ്ങി ആദ്യം എന്തേലും കച്ചവടം ല്ലേ തുത്തമണിയേ. ഉപ്പിലിട്ട അമ്പല പൊന്നാണ്. അമ്പല പൊന്നാനെത്ത
ചാടണ സാധനം ചാടാൻ പറ്റൂലേ? എന്തടി ഒക്കെ പൂട്ടീന്ന് ആ വല കാണില്ലേ? മേ ചെറിയ പുതാക്കണ തുറക്കാൻ പറയണേ. ഐറ്റങ്ങളൊക്കെ കുട്ടീന് അതാണ് ഒന്ന്. ഇതിനെന്താ കാട്ട ചാടി? അതില് വെറുതെ ചാട തിന്ന തേച്ചാ ചാട. ഇപ്പാക്ക് ഇങ്ങനത്തെ ഒന്ന് വാങ്ങി കൊടുത്താ മതിയടാ ല്ലേ? ആ കജൂലല്ലേ? മോന്തി കുത്തി വെക്കും. ഉപ്പിലിട്ട് വാങ്ങിയാലോ? ഇവിടെ ഇരുന്ന് കഴിക്കാം. നമുക്ക് ഇവിടുത്തെ തേക്ക് മൂസത്തിൽ വാങ്ങിയാലേ? തേക്ക് മൂസത്തിൽ പോയിട്ട് വാങ്ങിയാലേ? ഇവിടുത്തെ സാധാ വിലന് 10 റുപ്യമ്മ. ആ ഇന്റെ വാപ്പാ നാളെ കുറച്ച് അച്ചാറ് അവിടെ പേരിലിട്ടിട്ട് അപ്പുറത്തെ കാർണിവൽ ഇതാ. അതെ ഇവിടുന്ന് പോരാണ്ട് ഞാൻ അപ്പുറത്തേക്ക്. കാർണിവൽ തുടങ്ങിയിരിക്കണല്ലേ? ഇത് ആദ്യം ഉണ്ട്. ഇതെത്ര ജനങ്ങളാടാ ഇത്. ശരിയാ പാറ്റിച്ചൂട് ഇട്ടിറക്കുക, മോഡലിന് ഇറക്കിയോ, മെയിൻ്റെ ആക്കണില്ല നമ്മളൊന്നും. പോകണ്ട അങ്ങനെ തെന്നി തെറിച്ച് കണ്ടോ? ചെറിയപ്പൂന്റെ പോക്കണ്ട നിങ്ങള്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതൊക്കെ ഓല് പൂട്ടിയിരിക്കണ്. ചീത്ത അറിമാണ്ടമാണ്ടപ്പോ എലിയൊക്കെ എലിയൊക്കെ അത് എലി പുടിച്ച അതിനെ നമ്മൾ ഉപ്പിലിട്ട് എന്തേലും തിന്നാറിന് പോവാണ്. ചെരുപ്പ് ഒന്നിനുമില്ല. അണ്ണാച്ചിയാൾ അറിയില്ല കേട്ടോ. നേരിയിൽ ആരെ കാലിന് ചെരുപ്പില്ലാത്തോണ്ട് വലിയ കുഴപ്പമില്ല. ഇവിടെ അങ്ങനെ ഐസ്ക്രീം ഇപ്പത്തെ സൈഡിൽ പൈനാപ്പിൾ മതിയടാ. പൈനാപ്പിൾ ഒരു 10 എണ്ണം അല്ലേ? പൈനാപ്പിളിന് എത്ര? 10 പൈനാപ്പിള്. ഷെഫീങ്ങനെ കണ്ടാ 8 പൈനാപ്പിൾ അല്ല 9 പൈനാപ്പിൾ ഒരു മാങ്ങി. ഇതെന്താ മാങ്ങാസ്മിയൊക്കെ ആയത്? ഇതെന്തിനാ ചെറിയ അപ്പൊ ചോക്ലേറ്റ് എന്തിനാ തരിയാവോ? ബനാന കേക്കാ. ബ്രൗണി ടീച്ചറേ എല്ലാം കൊണ്ട ലീവിന് ഞാൻ വിചാരിച്ച സ്ട്രോബെറി എല്ലാരും ഓനവിടെ മാങ്ങാൻ തുടങ്ങി. ചോക്ലേറ്റോ? ചോക്ലേറ്റാ? എല്ലാവർക്കും ചോക്ലേറ്റാ? അതെന്താ ഓറിയോ കേക്കാ? നോട്ട് ലാവ കേക്ക് മതി മതി കൊറേ വാങ്ങണ്ട. അത് നിക്കത് മതി. നോക്കട്ടെ ഇത് നോക്കട്ടെ. നോട്ടർ ഇതോ കൊണ്ടേ 1 സ്പൂൺ ഉണ്ട് എല്ലാവർക്കും. ഒക്കെ തിന്നോ, ബാക്കിയൊക്കെ അടിക്കുന്നുണ്ടോ? മതിയോ? അതോ അങ്ങനെ കൈ കൊടുക്കും. പിന്നെ എന്താ യൂട്യൂബാരും ഒന്നായിട്ട് വാങ്ങിട്ട് ഒന്നായത് പാക്ക് വന്നിട്ട് പള്ളിയിൽ തന്നെ ഉണ്ടാവും. കേട്ടോ മതി. ആ മുളക് ശബ്ദിച്ചാണ്ടല്ലോ കാറ് കയറി. ഇവിടെ എന്താ ഇല്ല ടേസ്റ്റ് ബിൽക്ക് പിന്നെ മാത്രമേ കട്ടായി ഇറങ്ങുമ്പോൾ ആലോചിക്കണേ കറക്കം തന്നെ രസം ഉണ്ടാവും. യൂട്യൂബ് തോല് നല്ല 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 അറിയും.
പരിചയമൊക്കെ തന്നെ അറിയാം. എന്റെ കൺമശൊക്കെ ആക്കാൻ പറ്റുന്നു കരഞ്ഞിട്ട് ആ സോമ്പിനെ കണ്ട് 9 പൈനാപ്പിളാ കൈ പിടിച്ചോളാ അതിന്റെ കോലത്തിന്റെ പേര് മച്ചി കുട്ടിനെ പിടിച്ചേ ചെരുപ്പിനോട് ഉണക്കാൻ ഏതേലും ഒന്ന് എന്നിട്ട് തിന്നേ 4 വൈക്ക് നടക്കാതെ. ഇതിന്റെ വേറെ സംഭവം ഉണ്ടല്ലോ, ഇതെന്താ തന്നെ വാങ്ങിയേ? അതല്ല പറഞ്ഞു വേറെ ഓരോന്നും ആ വേറെ വേറെ എല്ലാവർക്കും ഇത് മതി. ഇത് ഞാനോട് വന്നിട്ട് വ്യാപോത്തിന് എന്ത് അങ്ങനെ നമ്മളിപ്പോ ഒരു കൊട്ട പൈനാപ്പിളൊക്കെ വാങ്ങി നമ്മള് ബീച്ചിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ്. അവഞ്ഞ് പോയിട്ട് നല്ല തണുത്തുള്ള അല്ലേ അപ്പൊ തണുത്തള്ളാന്ന് പറയണ്ടേ? നല്ല നമുക്കൊരു പീസ് ഒന്ന് കട്ടാക്കി തരും. അപ്പൊ ഉമ്മയോലൊക്കെ അവിടെ എത്തിക്കണേ. നമ്മളിനി അവിടെ എത്തിയിട്ട് കാണാം. അത് കല്ല കുത്തി ശ്രമിക്കൾ ആദ്യം നടത്തിയാണ്. അപ്പൊ ഇനി പോയ രസല്ലേ. ഇതാണ് ചിപ്നാക്ക് ഇപ്പോഴാണ് കടയിൽ ആശ്രയിച്ചത്. ഓളഞ്ഞ് ചോരത്തുമ്പോ കൊണ്ടുപോയി ഓള് പറയും എന്ത് ഈ കാട്ടിൽ വന്നിക്കണം. ആ വൈബിൻ്റെ ഓളാണ് ഓള്. അപ്പൊ ഇപ്പോഴാണ് രസം. ഇപ്പൊ മനസ്സിലായില്ല 1 മണിക്ക്. ഇപ്പൊ ടൈം എത്രയായി? 12:30 1 മണി ആവാനായി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു പോയത് 2 മണിക്ക് 1:30 വരിയില്ലെത്തി അങ്ങനെ എന്തോ ആണ്. ഇനി പോയൊക്കെ അത് ഇവിടുത്തെ കുട്ടികളെക്കാരേ ആയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ ഇനി ഏതായാലും കുറച്ചേരം ഇവിടേക്ക് ഇരുന്നും കടന്ന് ഞങ്ങള് കുറച്ച് കഴിഞ്ഞിട്ട് പോകണുള്ളൂ. ഇവര് അന്തമുട്ടിക്കുക കുട്ടികൾ കാട്ടുന്നുണ്ടിട്ട്. നിങ്ങൾക്ക് പൈനാപ്പിൾ കിട്ടിയില്ല? കണ്ണിലായോ? അനക്ക് മാങ്ങ ഇഷ്ടം? അവിടുന്നാണ് കുട്ടികളെ അറക്കണ്. ആ ആദ്യത്തെ കുട്ടികളെ കരിയാണ്. ആ എന്ത് 20 കൊല്ലായിക്കണ് ഇങ്ങോട്ട് വന്നിട്ട്. ആ നമ്മള് കൊറേ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലാണല്ലേ അപ്പ 20 കൊല്ലായി ഇപ്പൊ കോഴിക്കോട് ബീച്ചിക്ക് വന്നിട്ട് പറഞ്ഞേ. ഞങ്ങൾ ചെറുപ്പത്തിൽ ഞങ്ങൾ കൊടുന്നാണ്. കൊണ്ടാവാത്തതല്ല കേട്ടോ, ഗൾഫിലായിരുന്നു. അല്ല ചെലോല് പറയാ. പിന്നെ നമ്മളും അങ്ങോട്ട് പോക്കില്ലല്ലോ. നമ്മള് ടൂറായിട്ട് അങ്ങോട്ടൊന്നും പോക്കില്ല. ലെമ്മ നമ്മളങ്ങോട്ട് പോക്കില്ലല്ലോ ടൂറായിട്ട്. ആര്? ആ ഞാൻ വരുന്നുണ്ട്. ഓളോടെ വെച്ചിട്ടേ നമുക്കൊരു വിരി വിരിച്ചാലോ ഇവിടെ പുറത്ത്? സമന ഒരു വിരി വിരിച്ച കുറച്ചുകൊണ്ട് പോവാ. എത്ര പേര് പോയിട്ട്? പുതപ്പുണ്ടടി അതില്. പുതപ്പുപ്പാന്റെ തലയില് ആ അത് ഇവിടെ പാന്റെ തലിനോട്ടില്ല അല്ലേ? പാന്റെ തലിനോട്ടില് സഞ്ചി വെക്ക. ആ സഞ്ചി വെക്ക്. സഞ്ചി പാന്റെ തലിനോട്ടില്. ഇവിടെ 90 ഡിഗ്രി സെറ്റ് അവിടെയും കറക്കാം. ആ ഓല എടുത്തായിട്ടാ അവിടെ പിടിച്ചിമ്മ. അത് ഓ എന്തത് ഇതിനവിടെ വന്നത്. നമ്മളെ പെരീത്തെ സൗകര്യം ഇവിടെ എടുക്കാൻ വേണ്ടി തപ്പിട്ട് കച്ചിട്ടോട്ടൊന്നും രക്ഷ
ഇങ്ങോട്ട് വലിച്ചു നല്ലോ പേടിച്ചിക്കണ് അതൊക്കെ ആ കുട്ടി എന്നിട്ടൊക്കെ ഇറങ്ങില്ലല്ലോ. അതിനെ അറിയാൻ മതിയേ ഇതിലേക്കാണ്. അത് അടിച്ചതാക്കുന്നുണ്ട്. അണ്ണോ എത്ര കാലിലോട്ടില് എന്തൊക്കെ അടിച്ചണ മാതിരി ഒക്കെ ഉണ്ട് അവിടെ. മണ്ണ് വാരിയിടാവോ മേത്തക്കാന്റെ കുട്ടി. ഇനി നമ്മളങ്ങനെ പൈനാപ്പിൾ തീറ്റ കഴിഞ്ഞ് ഇനി അങ്ങോട്ടാ പോണമ്മ. കുട്ടികൾക്ക് എന്തെങ്കിലും കളിക്കോ? ചെറുതിന് ഒന്നും ഇല്ല, കളിക്കോപ്പ് എടുത്തിട്ടില്ല. അപ്പൊ എല്ലാവർക്കും പാടെ ചെറിയ ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാന്ന് വിചാരിച്ച് പോകണം. സെറ്റിനെ പോയിട്ട് കേട്ടോ. അവിടെ എപ്പോഴും ആൾക്കാർ കൂടിയോണ്ട് നിൽക്കുക. ഞാൻ നിന്നതിന്റെ കളി എങ്ങനെ ഉണ്ടായിന്? ഒരിക്കലും ഉണ്ടാക്കിയ ആർക്കല്ലത് നമ്മളാ ലെവലിലാണ്. അപ്പൊ നമുക്ക് ചുറ്റിലോലെ കാണാൻ പറ്റും. ഓരോ ഒറ്റ ചെടിയിലൊക്കെ തല്ലേ. പിന്നെ നമ്മൾ ഓലപ്പോ കളിച്ചാണ്. കൊക്കിക്ക് പോണ്, കുണ്ടക്ക് പോണ്. സെറ്റിനാ ബാ. അപ്പൊ ഇനി പോയി കടിയിലെത്തിയിട്ട് കാട്ടിത്തരാം. പായ് വിരിച്ചത് എടുക്കലും ഒക്കെ മാറാപ്പ എല്ലാവരുടെ കയ്യിലും മാറാപ്പ ഇങ്ങനെ എടുക്കാൻ പറ്റാഞ്ഞത്. നല്ല സ്ഥലം കിട്ടിയിങ്ങനെ. ഞങ്ങളിവിടെ ഒതുങ്ങി, ബേക്ക് സീറ്റിൽ ഞങ്ങളെല്ലാരും ഒതുങ്ങി. മുന്നിലോല് മത്സരം ചെവിക്കും സമയം മുഖം നോക്കിയിരിക്കും. ശരിയല്ല. അല്ല അങ്ങനല്ല, പക്ഷെ ഞാൻ അങ്ങനെ തന്നെ ഇരുന്നീനെ. എങ്ങനെയല്ല ഇരുന്നീനെ? ചെറിയ പോളോട് പറഞ്ഞാൽ മതി കീറ് മാറ്റാൻ. കീറ് മാറ്റി തരും. പഠിപ്പിച്ചേരൂലേ, മനുഷ്യന് പഠിപ്പിച്ചേരും. കാറിന്റെ പേര് കാക്കും വിചാരിച്ചു. അപ്പൊ എല്ലാരും എന്തായി എല്ലാ പരിപാടിയും കഴിഞ്ഞാണ്ട് എല്ലാം കഴിഞ്ഞാണ്ട് തിരിച്ചു പോകും. നേരം 1 മണിയോളായി. സമയം 1 മണി, നാളെ 2 മണി. 2 മണിയായോ? രസമുണ്ട്.